ഇനി നമ്മൾ നോക്കാൻ പോകാം എന്താണ് സെനർ ഡയോഡ് എന്നാണ്. സെനർ ഡയോഡ് എന്ന് വെച്ചാൽ ഡയോഡല്ല, സെനർ ബ്രേക്ക് ഡൗൺ. നമ്മൾ പറഞ്ഞു സെനർ ഡയോഡിൻ്റെ വി എ ക്യാരക്ടറിസ്റ്റിക്സിൽ 2 ബ്രേക്ക് ഡൗൺസ് സംഭവിക്കുന്നുണ്ട്. ഒന്ന് സെനർ ബ്രേക്ക് ഡൗണും ഒന്ന് നമ്മുടെ അവലാഞ്ചി ബ്രേക്ക് ഡൗണും പിന്നെ ഒന്ന് നമ്മുടെ സെനർ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറയും. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ്. ഓക്കെ, അത് ആരൊക്കെ തമ്മിൽ? നെഗറ്റീവ് ഇലക്ട്രോൺസും പോസിറ്റീവ് ഇലക്ട്രോൺസും തമ്മിലുള്ള പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ആരൊക്കെ? പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് ഇലക്ട്രോൺസും തമ്മിലുള്ളത്. അവരെന്തുണ്ടാക്കും? ഒരു കോവാലൻ ബോണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പാരൻസ് ആറ്റത്തിൽ നിന്ന് അവരെ എവേക്ക് കൊണ്ടുവരും. ഓക്കെ, ഈ ഇലക്ട്രോൺസ് എന്ത് ട്രാൻസ്ഫർ ചെയ്യും? വാലൻസ് ടു ദ കണ്ടക്ഷൻ, ട്രാൻസ്ഫേർഡ് ഫ്രം ദ വാലൻസ് ടു ദ കണ്ടക്ഷൻ. വാലൻസിനെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? കറണ്ട് സ്റ്റിൽ ലിമിറ്റ് ചെയ്തിട്ട് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് മാത്രം എന്ത് ചെയ്യും? കടത്തിവിടും. അതാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു കോസ് സെനർ ബ്രേക്ക് ഡൗൺ വിത്തൗട്ട് ഡാമേജിങ് ദ സെമി കണ്ടക്ടർ ഡാമേജിങ് നടത്താതെ തന്നെ നമുക്ക് സെനർ ബ്രേക്ക് ഡൗൺ നടത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താ വെച്ചാൽ പി എൻ ജംഗ്ഷൻ്റെ ബോത്ത് സൈഡ്സ്, നമ്മൾ പറഞ്ഞു പി എൻ ജംഗ്ഷൻ്റെ ബോത്ത് സൈഡ്സും ഇവിടെ ഹെവിലി ഡ്രോപ്പഡ് ആയിരിക്കണം. അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ നാരോ ആയിരിക്കണം. ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആവശ്യമാണ്. ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്? സെനർ കറണ്ട് അപ്ലൈഡ് വോൾട്ടേജിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗണിൻ്റെ. ഓക്കെ, ഇനി എന്താ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് നോക്കാം. അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് is so large that the electrons that are pulled from their covalent bond, അതായത് ഇലക്ട്രോൺസിനെക്കാളും കൂടുതലായിരിക്കും നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ്. ഓക്കെ, ആ ഇലക്ട്രോൺസുകൾ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഒരു ആക്സിലറേറ്റ്, എന്നിട്ട് ഈ കൊളൈഡ് ചെയ്തവർ എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലോ എന്തിൽ നിന്ന് ഒരു ആക്സിലറേഷനിൽ അതെന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്തിട്ട് വേറെ ആറ്റംസിലോട്ട് പോകും. വേറെ ആറ്റംസിൻ്റെ ഒപ്പം എന്ത് ചെയ്യും? ഈ നമ്മൾ പറഞ്ഞല്ലോ അത് കൊളൈഡ് ചെയ്യുന്ന, ആ കൊളൈഡ് ചെയ്ത ഒരു ആക്സിലറേഷനിൽ അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ കൊളീഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഈ കൊളീഷൻ എന്തുണ്ടാക്കും? കൂടുതൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്തിന് കാരണം? നമ്മൾ കൂടുതൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് എന്തുണ്ടാവും? കൂടുതൽ കൊളീഷൻ ഉണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നെ സെമി കണ്ടക്ടറിലുള്ള കറണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? സെമി കണ്ടക്ടറിലുള്ള കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് മെറ്റീരിയൽ ഡിസ്ട്രോയ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? അവലാഞ്ചി ബ്രേക്ക് ഡൗൺ സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൂടുതൽ കൊടുക്കും. അപ്പം എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ആക്സലറേഷൻ ക്രിയേറ്റ് ചെയ്യും, അതിലതൊരു മൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ കൊളൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും. കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കൊളീഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തവിടെ ഉണ്ടാവും? നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും? സെമി കണ്ടക്ടറിൽ പെട്ടെന്നൊന്ന് റാപ്പിഡ്ലി ഇൻക്രീസ് ആവും. അതെന്തിന് കാരണവും? നമ്മുടെ മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ആവാനുള്ള കാരണവും. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഇവിടെ ബോത്ത് സൈഡ്സും നമുക്കിവിടെ ബോത്ത് സൈഡ്സും ഇവിടെ എന്തായിരിക്കണം? ലൈറ്റ്ലി ഡോപ്പഡ് ആയിരിക്കണം. മറ്റേത് ഹെവിലി ആണ്, ഇവിടെ ലൈറ്റ്ലി ആയിരിക്കണം. പിന്നെ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ലാർജ് ആയിരിക്കണം. ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കണം? ലാർജ് ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ഫീൽഡ് വേണമെന്നൊന്നുമില്ല, പക്ഷേ അവിടെ ഇലക്ട്രിക് ഫീൽഡ് വേണം. പിന്നെ ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്താവും? ജനറേറ്റ് ആവുന്നുണ്ട്. പിന്നെ ചാർജ് ക്യാരിയേഴ്സ് എന്ത് ചെയ്യും? എനർജി അക്വയർ ചെയ്യുന്നുണ്ട്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇതാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് നന്നായി നോക്കുക. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.